അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹിൽ കരീം വറസൂലിഹിൽ അമീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരെ, പ്രാർത്ഥനയുടെ പ്രാധാന്യമായിരുന്നു നമ്മുടെ കഴിഞ്ഞ സംസാരത്തിലെ വിഷയം. പ്രാർത്ഥന അതീവ പ്രാധാന്യമുള്ളതാണ് എന്നതോടൊപ്പം തന്നെ പ്രാർത്ഥന സ്വീകാര്യമായ സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ഏത് സമയത്തും പ്രാർത്ഥിക്കാം, എവിടെ വെച്ചും, ബാത്റൂമിലല്ലാതെ എവിടെ വെച്ചും പ്രാർത്ഥിക്കാം. ദുനിയവിയും ഉഖ്റവിയുമായ ഏത് നന്മകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. എന്നാൽ ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക സ്ഥലങ്ങൾ എന്നിവ, ചില പ്രത്യേക വ്യക്തികൾ എന്നിവയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് മാത്രമല്ല, തടയപ്പെടാത്ത പ്രാർത്ഥനകളുടെ സമയമാണത് എന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സമയങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം പ്രാർത്ഥനകളുടെ സമയങ്ങളിലൊന്ന് നോമ്പുകാരൻ ദുആഉസ് സ്വാഇമി ഇൻദ ഫിത്രിഹി, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത്, അതായത് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പും നോമ്പ് തുറക്കുന്ന സമയത്തുമായി നടത്തുന്ന പ്രാർത്ഥന. 2, രാത്രിയുടെ അന്ത്യയാമങ്ങളിലെ പ്രാർത്ഥന. ഇന്ന നാശിഅത്തല്ലൈലി അശദ്ദു വത്അൻ വഖവ മുഖീല, രാത്രിയുടെ അന്ത്യയാമം. തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. മറ്റൊരായത്ത് കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്നാണ്. മറ്റൊന്ന്, യാത്രക്കാർ, നാട്ടിലില്ലാത്ത ആളുകൾ തങ്ങളുടെ നാട്ടിലുള്ള, തങ്ങളുടെ സമീപത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി ദുആഉൽ മുസ്ലിമി ഇൻദ ളുഹ്രിൽ ഗൈബ്, തൻ്റെ കൂടെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. റമദാൻ കാലത്തെ പ്രാർത്ഥന, ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിലെ മക്ക, മുസ്ദലിഫ, അറഫ, മിന, മതാഫ്, സഫ, മർവ മുതലായ സ്ഥലങ്ങളിലെ പ്രാർത്ഥന. ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം സ്ഥലങ്ങൾ മുസ്തജാബത്തായ ദുആഉ മുസ്തജാബത്തുല്ലാ തുറദ്, തടയപ്പെടാൻ സാധ്യതയില്ലാത്ത പ്രാർത്ഥനകളുടെ സമയങ്ങളാണ്. അപ്പോൾ ഈ സമയങ്ങൾ ഏറെക്കുറെ ഒത്തുവരുന്ന അത്യപൂർവ കാലം കൂടിയാണ് പരിശുദ്ധ റമദാനിൻ്റെ ഇരവു പകലുകൾ. അതുപോലെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം. മറ്റൊന്ന്, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം. ഇനിയൊന്ന്, എന്തെങ്കിലും ഒരു സൽപ്രവർത്തനം ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന. ഇത്തരം പ്രാർത്ഥനകളെല്ലാം ജീവിതത്തിൽ പാലിക്കാനും പുലർത്താനും നിഷ്ഠയോടുകൂടി സ്വീകരിക്കാനും നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.